ആണ്. അപ്പൊ ഞാനിങ്ങനെ കാര്യങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് അവരോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇനി അടുത്തൊരു ഫാമിലി ലൈഫിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ ആളെന്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ്, ആൾക്ക് ആ ഒരു ട്രോമ അത് നിലനിൽക്കുമ്പോ ഇനി വേറൊരു റിലേഷൻഷിപ്പിലേക്ക് കടന്നു കഴിഞ്ഞാല് അതും ഇനി അതിനേക്കാൾ വലിയൊരു ട്രോമ സമ്മാനിക്കോ എന്നുള്ളത് കൊണ്ട് ഇനി ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ലിറ്ററലി അവരെ സംബന്ധിച്ചിടത്തോളം ട്രോമ എന്ന് പറയുന്നത് എന്താണ്? അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള സാഹചര്യങ്ങളും സിറ്റുവേഷനുമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു തടസ്സമാണ്. അവരുടെ സൈക്കോളജിക്കൽ ലെവലിൽ അവരുടെ മനസ്സിനെ ബാധിച്ചിട്ടുള്ള ഒരു പ്രശ്നമാണ്. അതിനെ നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. പക്ഷെ ഈ ട്രോമ എന്ന് പറയുന്ന വേർഡ് പലപ്പോഴും ആളുകൾ അതിനെ മിസ്യൂസ് ചെയ്യുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ജെന്യുവൻ ആയിട്ട് ട്രോമ ഉണ്ടാവാം, നമ്മുടെ ലൈഫിലൊക്കെ പലതരത്തിലുള്ള ട്രോമ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ അതൊക്കെ നമ്മുടെ ലൈഫിന്റെ മുന്നിലേക്കുള്ള ഇനിയുള്ള പോക്കിനെ തടയുന്ന ഒന്നാക്കി മാറ്റുമ്പോ അത് ട്രോമ എന്നല്ല നമ്മൾ വിവക്ഷിക്കുക. നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന ആക്സിഡന്റ്സ് ഒക്കെ ട്രോമ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നതാണ്. അത് കാരണം കൊണ്ട് ഞാനൊരിക്കൽ വണ്ടി ഓടിച്ചു, വണ്ടി കൊണ്ടുപോയി അവിടെ ഒരു സ്ഥലത്ത് ഇടിച്ചു, ഒരാൾ മരിച്ചു. ദാറ്റ്സ് അനദർ കൈൻഡ് ഓഫ് ട്രോമ. അങ്ങനെയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇനി വണ്ടിയിൽ പോവില്ല അല്ലെങ്കിൽ ഞാൻ ഇനി വണ്ടി കയറില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് എങ്ങനെ മുന്നോട്ട് പോകും? അല്ലെങ്കിൽ ഞാൻ ഇനിയിപ്പോ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ അതുകൊണ്ട് എന്താണ് വരാനുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ വരാനുള്ള കാര്യങ്ങൾ അതിന്റെ സമയത്ത് സംഭവിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ അതിനെ എങ്ങനെ പെർസീവ് ചെയ്യുന്നു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. അപ്പം അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സിറ്റുവേഷനുകളിൽ നമുക്ക് ആളുകളുടെ പെർസെപ്ഷനെ മാറ്റാനേ സാധിക്കുള്ളൂ. അല്ലാതെ അഡ്വൈസ് കൊടുക്കാനായിട്ട് നമ്മൾക്ക് പലപ്പോഴും സാധിക്കില്ല. കാരണം അഡ്വൈസ് എന്ന് പറയുമ്പോ അല്ലെങ്കിൽ ഒരു സജഷൻ നമ്മൾ ഒരാളോട് പറയുമ്പോ അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള അവരുടെ വ്യൂ പോയിന്റും അവരുടെ ചുറ്റുമുള്ള ആളുകളുടെ വ്യൂ പോയിന്റും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഒരു ഡിവോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു മഹാ അപരാധം പോലെയാണ്. ഇപ്പം ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അവരുടെ ചുറ്റുമുള്ള സോഷ്യൽ സർക്കിളിൽ അങ്ങനെയാണ് പലപ്പോഴും കരുതുക. ആക്ച്വൽ സെനാരിയോ അല്ലെങ്കിൽ ആക്ച്വൽ നമ്മൾ അതിനെ കൺസിഡർ ചെയ്യുമ്പോൾ ഒരു വ്യൂ പോയിന്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അതൊരു നോർമൽ സർക്കംസ്റ്റാൻഷ്യൽ ആയിട്ട് അല്ലെങ്കിൽ ഓരോരോ സാഹചര്യങ്ങളിൽ ഇപ്പൊ രണ്ടുപേർക്കും പൊരുത്തപ്പെട്ട് പോകാൻ പറ്റില്ലെങ്കിൽ നെക്സ്റ്റ് ബെസ്റ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡിവോഴ്സ് ആണ്. പലപ്പോഴും നമ്മുടേതായിട്ടുള്ള സോഷ്യൽ സർക്കംസ്റ്റാൻസുകൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കൂടെ ജീവിക്കണം അല്ലെങ്കിൽ അങ്ങനെ തന്നെ പോകണം എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി അവര് പറയുന്ന അല്ലെങ്കിൽ അവര് കാണിക്കുന്ന പല കാര്യങ്ങളും പല പ്രവർത്തികളും ചെന്നെത്തിക്കുന്നത് ഒന്നെങ്കിൽ കൊലപാതകത്തിലായിരിക്കും അല്ലെങ്കിൽ ഒരാളുടെ ആത്മഹത്യയിലായിരിക്കും. അപ്പോ ആ ഒരു സാഹചര്യത്തില് ഒബ്വിയസ്ലി ഒരു ഡിവോഴ്സ് എന്ന് പറയുന്നത് ഒരു ഇന്നോവേറ്റബിൾ ആയിട്ടുള്ള ഒരു ട്രൂത്ത് ആണ്. പക്ഷേ അതിനപ്പുറം ലൈഫ് പിന്നെയും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അതിനപ്പുറം ആളുകൾക്ക് മുന്നോട്ട് പോകാനുണ്ട്. അപ്പൊ ആ ഒരു സാഹചര്യത്തില് ഈ പറയുന്ന ഒരു ഡിവോഴ്സോ അല്ലെങ്കിൽ ഈ പറയുന്ന എന്താണ് ഒരു സെപ്പറേഷനോ ആരുടെയും നമ്മുടെ ലൈഫിന്റെ മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു ജേർണിയിൽ ഒരു തടസ്സമായിട്ട് മാറരുത്. എന്റെ ലൈഫിൽ വലിയൊരു ട്രോമ ഉണ്ടായിട്ടുണ്ട്, അത് കാരണം ഞാൻ ഇനി അങ്ങനെയുള്ള പ്രവൃത്തിയിലേക്ക് പോകാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് പറയാൻ എളുപ്പമാണ്. ബട്ട് വാട്ട് നെക്സ്റ്റ് എന്നുള്ള കാര്യത്തിൽ പലപ്പോഴും ആളുകൾ ഓടി ഒളിക്കുന്ന സാഹചര്യമുണ്ട്. അതായത് ഞാൻ ഇനി അങ്ങനെ ഒന്നിനും ഇല്ല, അപ്പൊ അടുത്തത് എന്താണെന്ന് ചോദിക്കുമ്പോൾ അതിനൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു മറുപടി ഇല്ല. പണ്ടത്തെ കാലത്തും ഇങ്ങനെയുള്ള സാഹചര്യങ്ങള്, ഇങ്ങനെയുള്ള നമുക്ക് സപ്പോർട്ട് ഗ്രൂപ്പ്, സൈക്കോളജിക്കൽ കൗൺസിലേഴ്സ്, ഇങ്ങനെയുള്ള സഹായങ്ങൾ ഇന്നത്തെ കാലത്താണ് വരുന്നത്. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു 30 വർഷം മുമ്പ് ഇതിനേക്കാളും കൺസർവേറ്റീവ് ആയിട്ടുള്ള സൊസൈറ്റിയിൽ ജീവിച്ചു പോന്നപ്പോ എന്തുകൊണ്ട് ആത്മഹത്യകൾ കുറവായിരുന്നു? എന്തുകൊണ്ട് ആളുകൾ പിന്നെയും മുന്നോട്ട് പോവാനായിട്ട് എന്തായിരുന്നു അവർക്കുള്ള പ്രചോദനം എന്ന് നോക്കുമ്പോൾ ലിവിങ് വിത്ത് എ പേർപ്പസ് എന്ന് പറയേണ്ടി വരും. വിത്ത് പേർപ്പസ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന മെറ്റീരിയൽ ആയിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ജീവിതം അല്ലായിരുന്നു. ദേ തോട്ട് ഓഫ് എ റീസൺ ടു ലിവ്. അവർക്ക് ജീവിക്കാനായിട്ടുള്ള പ്രധാന കാരണങ്ങൾ കുട്ടികളായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ബന്ധങ്ങളായിരിക്കാം, അവരുടെ ചുറ്റുമുള്ള ബന്ധുക്കളുടെ സപ്പോർട്ടായിരിക്കാം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടായിരിക്കും പലരും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവർക്ക് പ്രചോദനമായിട്ട് നിൽക്കുക. അപ്പൊ ആ ഒരു സാഹചര്യത്തില്
നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ട്രോമയിലൂടെ കടന്നു പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ലിവിങ് പർപ്പസ് കണ്ടെത്തുക, മുന്നോട്ട് പോകാനായിട്ട് അവരെ പ്രചോദിപ്പിക്കുന്ന ആ ഒരു പ്രത്യേക കാരണം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് അവരുടെ ലൈഫിനെ പ്ലാൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. കാരണം ഇന്നോ നാളെയോ നമ്മുടെ ചുറ്റുമുള്ള ഈ പറയുന്ന നമ്മുടെ സപ്പോർട്ട് ഗ്രൂപ്പ് എന്ന് നമ്മൾ കരുതുന്ന ആളുകളെല്ലാം തന്നെ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ വിട്ട് പിരിയാനുള്ളവരാണ്. അപ്പോ ആ ഒരു സാഹചര്യത്തില് നമ്മുടെ ലൈഫ് സ്റ്റൈലില് നമ്മൾ ചേർത്ത് പിടിക്കുന്ന പല ആളുകളും നമ്മുടെ വിട്ടു പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് നമ്മുടേതായിട്ട് നമ്മളെ കരുതുന്ന അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മളുടെ കൂടെ നമ്മുടെ ആ ഒരു യാത്രയിൽ നമ്മളുടെ കൂടെ ഉണ്ടാവും എന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരാള് തീർച്ചയായിട്ടും നമുക്ക് വലിയൊരു ഒരു മെന്റൽ സപ്പോർട്ട് അല്ലെങ്കിൽ നമുക്ക് മാനസികമായിട്ട് നമുക്ക് ഒരു പിന്തുണയാണ്. അത് തീർച്ചയായും നമുക്ക് വേണ്ട ഒരു കാര്യമാണ്. ഇനി നേരെ മറിച്ച് ചിന്തിക്കാം, നമുക്ക് ഒറ്റയ്ക്ക് പോകുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാനായിട്ട്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഡിസിഷൻസ് തിരഞ്ഞെടുക്കാനായിട്ടുള്ള എല്ലാവിധ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ തോന്നിയിട്ടുണ്ടാവും എന്താ, ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് കാര്യങ്ങൾ ചോദിക്കാനായിട്ടും കാര്യങ്ങളിൽ എനിക്ക് പിന്തുണ നൽകാനായിട്ടും ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ ആ സമയത്ത് നമുക്ക് വീണ്ടും വീണ്ടും വിചാരം ഉണ്ടാവും. നമ്മുടെ കേരള സൊസൈറ്റിയിൽ നമുക്കറിയാലോ, നമുക്ക് പ്രായം കൂടുന്തോറും നമ്മുടെ ഡിമാൻഡുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇങ്ങനെയുള്ള ആളുകളുടെ ഡിമാൻഡുകൾക്ക് പരിഗണന കുറയും പ്രായം കൂടുമ്പോൾ. പിന്നെ അതിനെ പല പേരുകളിലായിരിക്കും നമ്മുടെ സമൂഹം വിളിക്കുക. അത് സമൂഹത്തിന്റെ കുറ്റമല്ല, നമ്മൾ കരുതി പോരുന്ന, നമ്മൾ തുടർന്നു പോരുന്ന പല ആചാരങ്ങളുടെയും വിശ്വാസങ്ങളുടെയും ഭാഗമായിട്ടുണ്ടാവുന്ന ഒരു പ്രശ്നമാണ്. അതൊരിക്കലും നമുക്ക് തിരുത്താൻ പറ്റില്ല. കാരണം ഒരു വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ അത്രയും നാളും നമ്മൾ ജീവിച്ചു പോകുന്ന, ഇപ്പൊ ഒരു ഇത്ര പ്രായം കഴിഞ്ഞാല് നമ്മൾ വിശ്വസിച്ചു പോരുന്ന, നമ്മൾ തുടർന്നു പോരുന്ന കാര്യങ്ങൾ മാത്രമാണ് സത്യം എന്ന് പല ആളുകളും അത് അന്ധമായി വിശ്വസിച്ചു തുടങ്ങും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അത് തിരുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നോളം അത്രയും കാലം, ഇപ്പൊ ഒരു 50 വയസ്സ് വരെ ജീവിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ വിശ്വസിച്ചു പോകുന്ന ഈ ഒരു കാര്യം തെറ്റാണ് എന്ന് അവരോട് പറയുമ്പോൾ അവർ ആ 50 വയസ്സ് വരെ എന്ത് വിശ്വാസത്തിലാണോ അല്ലെങ്കിൽ എന്ത് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണോ അവർ ജീവിച്ചു വന്നത് അത് മുഴുവൻ തെറ്റാണ് എന്ന് പറയുന്നതിന്റെ തുല്യാണ് നമ്മൾ ഒരാളിനെ തിരുത്താൻ പോകുന്നത്. അങ്ങനെ തിരുത്തലൊന്നും പ്രായോഗികമല്ല. അതുകൊണ്ടാണ് പലപ്പോഴും ചെറുപ്പക്കാരെ നമുക്ക് കൗൺസിൽ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. പക്ഷെ പ്രായം കൂടുന്തോറും നമ്മൾ പറയുന്ന സജഷൻസ്, നമ്മൾ അവരോട് പറയുന്ന കാര്യങ്ങൾ അത് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ്. പ്രായോഗികമായിട്ട് അവർക്ക് ചെയ്യാനായിട്ടുള്ള സജഷൻസ് പലപ്പോഴും ഫലിക്കുമെങ്കിലും നമുക്ക് അവരുടെ രൂഢമൂലമായിട്ടുള്ള അവരുടെ വിശ്വാസങ്ങൾ അല്ലെങ്കിൽ അവര് മനസ്സിൽ കരുതിയിട്ടുള്ള പല കാര്യങ്ങളെയും നമുക്ക് പലപ്പോഴും അവരിൽ നിന്ന് എടുത്തു മാറ്റുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ട്രോമ സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ട്രോമ അല്ലെങ്കിൽ ഒരു ലിവിങ് സിറ്റുവേഷൻ നമുക്ക് തന്നെ നമ്മുടെ ലൈഫിന് മുന്നോട്ട് പോകാനായിട്ടുള്ള വിലങ്ങുതടിയായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതൊരു ട്രോമ അല്ല. അത് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഒരു മെന്റൽ കേജ് ആണ്. നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കുന്ന നമ്മുടെ ഒരു മെന്റൽ കേജ് ആണ്. ഇനി അടുത്ത തവണ അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം എന്റെ ലൈഫിൽ ഇത് റിപ്പീറ്റ് ചെയ്യുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ മറ്റാർക്കും ഒന്നും നഷ്ടപ്പെടാനില്ല. നമുക്ക് തന്നെയാണ്, നമ്മുടെ സമയമാണ്, നമ്മുടെ ലൈഫാണ്, ഒന്നേ ഉള്ളൂ. അത് എത്തരത്തിൽ അഗനൈസ് ചെയ്തിട്ട് പലരും അങ്ങനെയുള്ള ഒരു മെന്റൽ കേജിൽ ജീവിക്കുമ്പോൾ വളരെ ട്രോമാറ്റൈസ്ഡ് ആയിട്ട് ഒരു അഗനി എന്ന് പറയാവുന്ന ആധിയിലും അതുപോലെ തന്നെ അതിനേക്കാൾ ഏറെ ഒരു ഡെസ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഡിപ്രഷൻ മോഡിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ്. പലതും ചെറിയ കാര്യങ്ങൾ പോലും ചിന്തിച്ചിട്ട് അത്രയും ഇനിയിപ്പോ ഇത് അങ്ങനെയാണെങ്കിൽ ഇതിങ്ങനെയാകുമോ എന്ന് ചിന്തിച്ചു പോകുന്ന സാഹചര്യങ്ങളുണ്ട്. സോ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ദാറ്റ്സ് നോട്ട് എ ട്രോമ. നമ്മൾ സെൽഫ് ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു കേജിൽ നമുക്ക് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. പക്ഷെ അത് എത്ര നാള് എന്നുള്ളത്, പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള സർക്കംസ്റ്റാൻസസ് നമ്മുടെ മെന്റൽ ഹെൽത്തിനെ മാത്രമല്ല നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെയും പോകെ ബാധിച്ചു തുടങ്ങും. എസ്പെഷ്യലി ഇപ്പോഴത്തെ റീസെന്റ് സ്റ്റഡീസ് നമ്മുടെ മെമ്മറി,
അതുപോലെ തന്നെ നമ്മുടെ കോപ്പിംഗ് മെക്കാനിസം, ആളുകളുമായിട്ട് സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാനായിട്ടുള്ള സാഹചര്യങ്ങൾ, പെട്ടെന്നുള്ള ദേഷ്യം, ആങ്കർ, സ്ട്രെസ് മാനേജ്മെന്റ്, ഇതിനൊക്കെ നന്നായിട്ട് ബാധിക്കുന്നുണ്ടാവും അങ്ങനെയുള്ള ഒരു ട്രോമാറ്റൈസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ. സോ നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ, എസ്പെഷ്യലി അങ്ങനെയുള്ള സ്റ്റേജിൽ നിന്ന് കടന്നു പോകുന്നവരാണ്, തീർച്ചയായിട്ടും നിങ്ങൾ കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആയിട്ട് കാര്യങ്ങൾ കാണുക. നിങ്ങളുടെ ചുറ്റുമുള്ള സർക്കിളിലുള്ള ആളുകൾ സജഷൻസ് നൽകുമ്പോൾ അതിനെ നിങ്ങൾ കാര്യമായിട്ട് എടുക്കുക. നിങ്ങളുടെ ട്രോമ ഒരു യാഥാർത്ഥ്യമാണ് എന്നിരിക്കെ തന്നെ മറ്റുള്ള ആളുകളുടെ സജഷൻസ്, പ്രത്യേകിച്ചും പോസിറ്റീവായിട്ട് നിങ്ങളുടെ ലൈഫിന് മുന്നോട്ട് നയിക്കുന്ന കാര്യങ്ങളാണ്. ഒരു ചേഞ്ച് ആണെങ്കിൽ പോലും, ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് അല്ലെങ്കിൽ പോലും നിങ്ങളുടെ ലൈഫിനെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന അല്ലെങ്കിൽ സഹായിക്കുന്നവയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിനെ ഒരു പോസിറ്റീവ് ആസ്പെക്റ്റിൽ എടുത്ത് അതിനെ അഡാപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ലൈഫിന്റെ മുന്നോട്ട്